കാണിക്കാൻ. ഇവിടുന്ന് രാവിലെ വിളിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പുറത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന വീട്ടിലൊരു എന്തുവാ കസവും മുണ്ടും നീല ഷർട്ടും ഒക്കെ ഇട്ട് ഒരുത്തൻ ഈ സോമരാജനുമായിട്ട് കയറി നിൽക്കുന്ന കണ്ട. അതിനകത്ത് ആരും ഇല്ല വർക്കിനൊന്നും. അതിനകത്തൊക്കെ കയറി എന്നിട്ട് നമ്മളെ വെളിയിലോട്ട് ഇറങ്ങി ഇതെല്ലാം അവൻ പോകുന്നതും കണ്ട്. ഇങ്ങനെ പല പല കഥകളാണ് നമ്മളെ വെച്ച് പലയിടത്തും കഥകൾ ഉണ്ടാക്കുക. അപ്പൊ ഈ അന്ന് 2020 ഇതുപോലെ ഇവന്റെ മോൻ ഇതുവഴി ഇങ്ങനെ പോവുക, ഓൺലൈനിൽ ഇരിക്കുന്ന എന്തുവാണെന്ന് ചോദിച്ച് കഥ ഉണ്ടാക്കുക, ഇവൻ ഇങ്ങോട്ട് വരുന്നതാണെന്ന് കഥ ഉണ്ടാക്കുക. എന്നിട്ട് കഥ ഉണ്ടാക്കിയിട്ട് ഇവൻ വഴിയെ പോയ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആവും. അത്ര വലിയ സാമർത്ഥ്യക്കാരൻ, അത്ര വലിയ സകല കലാ വല്ലഭനാണ് ഇവൻ. എന്നുവെച്ചാൽ വഴിയെ പോയാൽ പ്രഗ്നൻസി ഉണ്ടാക്കുന്നവനാണ് ഇവൻ. അത്ര കഥകളൊക്കെയാണ്. അതുപോലെ നമ്മൾ ഡൽഹി ചെന്നപ്പോഴും അവിടെ ഇതുപോലത്തെ ഡ്രാമകൾ, ഒരു പെണ്ണുമ്പിള, ഒരു തമിഴത്തി പെണ്ണുമ്പിള ഇതുപോലെ ഇവരുടെ അബോർഷനായ കഥകൾ ഇതുപോലെ ഞാൻ ഈ കഥകൾ പറയുന്ന പോലെ അവരും കഥ പറയുന്നത് അബോർഷനായി. അപ്പൊ ഇവര് ഗർഭിണി കഥ ഉണ്ടാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എനിക്ക് പീരീഡ്സ് ആയപ്പോ നമ്മൾ ഈ പീരീഡ്സിന്റെ എല്ലാം കൂടെ കൊണ്ട് ക്യാമറയുടെ മുന്നിൽ വെച്ചു. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ അതോടെ ഗർഭക്കഥകളൊക്കെ പൊട്ടി പാളീസായി. മനസ്സിലായില്ലേ? അങ്ങനെ പല പല കള്ളക്കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ബുദ്ധിപരമായിട്ട് നിങ്ങളും തീരുമാനിക്കണം. നിങ്ങൾ നമ്മുടെ പ്രൈവസി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഭയങ്കര കള്ളലാണ്. നമ്മുടെ പ്രൈവസി അങ്ങനെയാണ്, ഇങ്ങനെ ചുമ്മാതാണ്. ഇതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രൈവസി ഒന്നും അത്ര വലിയൊന്നും ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ബോൾഡായിട്ട് പെരുമാറാനുമുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ നമ്മളെ പലരും കള്ളത്തരങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന ഇവന്മാർ പല കള്ളത്തരങ്ങളും നമ്മളെ കുറിച്ച് ഉണ്ടാക്കി കളയും, പല കള്ളക്കഥകളും. അങ്ങനെ നമ്മൾ ആ കഥയും പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് സുബ്രഹ്മണ്യന്റെ പെണ്ണുമ്പിള്ള എന്താണ് അച്ചാറോ കുപ്പിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. ഇതുവഴി പോയിട്ട് നേരെ ചെന്ന് കയറുന്നത് ഈ എന്താണ് നമ്മുടെ രാമൂട്ടിലെ കുഞ്ഞുമോന്റെ വീട്ടിലാണ്. അവിടെയാണ് പിന്നെ ഡ്രാമകളൊക്കെ ഇത് കൊടുക്കുന്നത്, ഗർഭത്തിന് കൊടുക്കുന്നത്. ഗർഭത്തിന് ഈ ആക്കത്തിന് കൊടുക്കുന്നില്ലയോ? എന്തൊക്കെ ഈ ആ കഥകളോ അറിയാവോ? ഇവർക്ക് നല്ല പരിചയമാണ്, ഇതിനൊക്കെ നല്ല പ്രാക്ടീസ്. ഇവിടെ ഒത്തിരി ഇതുപോലെ അബോർഷൻ നടന്നതാ ഇവിടെ. അതുകൊണ്ട് ഈ യാക്കമൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. ഒത്തിരി യാക്കം വന്നതാണ് ഇതുപോലെ. ഇങ്ങനെ ഒത്തിരി പേരതിനെ ഇങ്ങനെ ഗർഭം ധരിച്ചത് കാരണം ഒത്തിരി യാക്കം ഉണ്ടാവും. ഒത്തിരി യാക്കത്തിനെ കുറിച്ച് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ എല്ലാം കൂടെ ഈ യാക്കത്തിനൊക്കെ കാരണം ഉണ്ടാക്കിയുള്ള ഇവര്. അങ്ങനെ നടക്കുന്ന ഒരു സർജറി ബാസ്റ്റേഡാണ്. നിങ്ങൾ തിരക്കിയാൽ മതി. ഇവളുടെ ചേട്ടത്തിയുടെ ഭർത്താവായ ഒരു ഗോപിയുണ്ട്, ഭോപ്പാലുകാരൻ. അയാളുടെ യഥാർത്ഥ വീട് കടക്കാവൂര. അവരുടെ വീടെല്ലാം താറുമാറാക്കി വിടും. ഇതുപോലെ തന്നെ തന്തയും തള്ളയും മോളെ തമ്മി അകറ്റി ഒത്തിരി സ്വത്തുണ്ടായിരുന്നു, എല്ലാം വിറ്റ് ഈ പെണ്ണിനെ അകപ്പാടെ കണ്ടൊക്കെ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ആ പെണ്ണിന്റെ ജീവിതം വരച്ച് അങ്ങനെ പല പല രീതിയിൽ നാനാവിധമാക്കി താറുമാറാക്കി ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ പീഡിപ്പിച്ചും ഇതാക്കിയും ജീവിക്കുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സ് ആണ് ഇവന്മാര്. ഞാൻ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓടിട്ട വീട്ടിലെ ആ പയ്യൻ മരിച്ച് കെട്ടി തൂങ്ങി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. ഈ രാജേഷ് എന്ന് പറയുന്നത് അവന്റെ ഫോൺ. ഞാൻ പറഞ്ഞല്ലോ, ഒരു LG നിവാസിലെ അവന്റെ ഫോണിലാണ്. അപ്പൊ ഇവന്മാരെല്ലാം ഇതിന് ഇങ്ങനെയുള്ള ഗ്യാങ്ങിൽ പെട്ടതാണ്. അവനെ വിളിച്ചുകൊണ്ട് പോയി പള്ളു കുടിക്കാനും അവന്റെ വീട് തിരക്കി പോകാനും ഒക്കെ ഇവന്മാരുണ്ടായിരുന്നു. അവനെ വളരെത്തുന്നതിന് മുമ്പ് ഇവന്മാരെല്ലാം കൂടെ അവനെ വളങ്ങി, അവനെ ഇതുപോലെ പിടിക്കുക, അവനെ തിരക്കി അവിടെ എല്ലാം പോയി പിടിച്ച് എല്ലാം റെഡിയാക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുന്നുണ്ട്. അത്ര തേർഡ് റേറ്റ്സ് ആണ് ഇവന്മാര്. ഈശ്വര, ഇങ്ങനത്തെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ? ഇങ്ങനെ മറ്റുള്ളവരെ പീഡിപ്പിച്ചും മറ്റുള്ളവരെ കൊന്നും കൊലവിളിച്ചും കാശുണ്ടാക്കുന്ന, ഇൻഷുറൻസ് തുക തിന്ന് മുടിച്ച് ജീവിക്കുന്ന, ഫോണും പിടിച്ച് നമ്മുടെ തലയിലോട്ട് ലേസറും അതും ഇതൊക്കെ അടിച്ച് ജീവിക്കുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സ്. എനിക്കൊന്ന് 50 വയസ്സായി, 50 വയസ്സായതുകൊണ്ട് എന്തൊക്കെയോ അങ്ങ് സംഭവിച്ചു. എന്തോ 50 വയസ്സുള്ളപ്പോ ഇവന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീയൊക്കെ ഇവനിപ്പോ 80 വയസ്സ് 90 വയസ്സുള്ള കിളവനാണ്. എന്റെ മോദിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. ചാടി നല്ല ശരിക്ക് ഇരിക്കുകയാണ് അവന്റെ മോന്ത. പക്ഷെ അവിടെ പെൺപിള്ളേരുടെ ഉള്ളൂ. പെൺപിള്ളയ്ക്ക് ഒരു 90 വയസ്സുണ്ട്. പെൺപിള്ളയ്ക്ക് ഒരു 95 വയസ്സ് കാണും. 55 വയസ്സിലാളും കല്യാണം കഴിച്ചതാ. ആദ്യത്തെ ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ 55-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത് മുഖ്യമായിട്ട്. എന്തുവാ ഇവിടെ പിന്നെ ആരും കല്യാണം കഴിക്കാനില്ലായിരുന്നു. ഇവിടെ വലിയ പതിവ്രത രത്നമൊന്നും ചമയേണ്ട കാര്യം. ഇവിടെ 55-ലും 60-ലും 70-ലും ഒക്കെ കല്യാണം കഴിക്കുന്ന അവനോട് ഇഷ്ടമാണ്, നമ്മൾ പാർട്ണറെ കണ്ടുപിടിക്കുന്നെങ്കിൽ. അല്ലാതെ ഇവരൊന്നും നമുക്ക് കാര്യമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ അവരുടെ കൂടാണ്, ഇവരുടെ കൂടാണ്. അത് നല്ല തെളിവുണ്ട്. ഇതാണ് എന്റെ ഡോറ്. ഇതിങ്ങനെ ക്യാമറയിൽ ഇരിക്കുകയാണ്. ഈ ഡോറിൽ കൂടെ ആര് വന്നാലും ഞാൻ അന്നേരം ഇരുന്നുണ്ട്. ആര് വന്ന് ഇല്ലാതെ തിന്നാലും ഇവരെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുത്താൻ ഞാൻ മുന്നിൽ തന്നെയാണ് ഇരുത്തുന്നത്. വേറെ പോലെ ഈ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് സംസാരിക്കുന്നത്. അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാം യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏതവൻ വന്നാലും ശരി അവനെ പിടിച്ച് നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും 2022 മുതലുള്ള എല്ലാ സർവ്വവിധ റെക്കോർഡുകളും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. സർവ്വവിധ റെക്കോർഡുകളും
പിന്നെ വീഡിയോ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, നമ്മുടെ സ്ക്രീൻഷോട്ട്സ് ആയിരുന്നു. മിനിറ്റിന് ഓരോ 5 മിനിറ്റിനുമുള്ള സ്ക്രീൻഷോട്ട്സ് ഞാനെടുത്ത് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മണിക്കൂറിലെയും 5 മിനിറ്റും ഒക്കെയുള്ള സ്ക്രീൻഷോട്ട്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം തെളിവുള്ളതാണ്. നമ്മൾ ആരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് നല്ല തെളിവുണ്ട്, മനസ്സിലായില്ലേ? ഇല്ലാതെ ഒന്നുമല്ല. 5 മിനിറ്റ് കൊണ്ട് കണ്ടവനെ ഒന്നും കണ്ടേച്ച് അവിടെ ഇവിടെയൊക്കെ ചാടിപ്പോയിട്ടൊന്നും വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിതിനെല്ലാം റെക്കോർഡ്സ് ഉണ്ട്. ഇതൊന്നും ഒരു കഥയിതാക്കണ്ട. പിന്നെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഓരോമാര് നമ്മളുടെ റൂമിലെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതും ഫ്രണ്ടിൽ കൂടെ നടക്കുന്നതും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതി നമ്മളെ ഇതാക്കിയെന്നുള്ളത് അതെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നിൽ കാഷ്ടം കൊണ്ടിടുക, പട്ടിക്കാഷ്ടം, പൂച്ചക്കാഷ്ടം ചില്ല് കൊണ്ടുവന്നിടുക. പിന്നെ നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവന്മാരെ ഈ പല ടെക്നിക്സ് ആണ്. നിങ്ങൾക്ക് അറിയത്തില്ല ഇവന്മാരുടെ ടെക്നിക്സ്, ഭയങ്കര ടെക്നിക്സ് ആണ്. നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കുക, നമ്മളെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ആണ് ഇവന്മാരുടെ. അപ്പം നമ്മുടെ വാതിലിന്റെ മുന്നിൽ കുപ്പിച്ചില്ല് പൊട്ടിച്ചിടുക, നമ്മുടെ എന്നിട്ട് പിന്നെ എന്താണ് ചുവന്ന ചരട്, കർപ്പൂരമല്ല സിന്ദൂരം, അരി, പൂവ് എന്തൊക്കെയോ കൂടോത്രമാണ് നമ്മൾ പേടിച്ചാവുമെന്ന് വിചാരിച്ചത്. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മളങ്ങ് കാണും, ഇങ്ങനെ കാണും, മനസ്സിലായില്ലേ? എക്സ്പീരിയൻസോടെ നമ്മളങ്ങ് മനസ്സിലായി. ഒന്നും എടുക്കാനില്ലെന്ന്, ഒരു കൂടോത്രം നമ്മളെ ഒന്നും ചെയ്തില്ല. ദൈവമാണ് ഏറ്റവും വലിയ ശക്തി. ദൈവം നമ്മുടെ തലയിലൊന്നും എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം അവനും അവൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും കാര്യം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് സമയത്തേക്ക് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോ കുറച്ച് ദിവസം ഈ നമ്മുടെ കേസ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചില തെളിവുകൾ നമുക്ക് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പല തെളിവുകൾ. നമ്മൾ ഒരു ദിവസം ലാഗ് ചെയ്യുമ്പോൾ തന്നെ പല തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിനാണ്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും വലിയ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഈശ്വരനാണ്. ട്രസ്റ്റ് ഇൻ ഹിം അലോൺ ആണ്, ട്രസ്റ്റ് ഇൻ ഗോഡ് അലോൺ. നിങ്ങൾ വേറെ ആരെയും ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിന് മാത്രം വിശ്വസിക്കുക, വേറെ ആരിലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്തോളും, ഈശ്വരൻ ചെയ്തോളും. അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കത്തില്ല. ഇവന്മാരിങ്ങനെ ഇരിക്കുക. ഇപ്പൊ ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സുബ്രഹ്മണ്യന്റെ ജോലി ഇവിടെ കാത്തിട്ടുണ്ട്, കാർപോർട്ട് പേടെ ഫ്രണ്ടില്. അവൻ TV ഒക്കെ ഓൺ ആയിരിക്കും, പക്ഷെ എന്നാലും ഇവനിങ്ങനെ ഫോൺ പിടിച്ച് അതിനകത്ത് ഇരിക്കുകയാണ് ജോലി ഫുൾ ടൈം. ഇവനാണ് നമ്മുടെ ഇവിടുത്തെയൊക്കെ ഇങ്ങനെ അടിക്കുക. ഇവനൊക്കെ ഭയങ്കര രോഗമല്ലേ, ഏറ്റവും യൂസർ എന്നൊക്കെ ഇവൻ പറയും. ഇവന് ഭയങ്കര രോഗമായിട്ട് എന്നിട്ട് ഇവന് അടിക്കാൻ പറ്റുന്നില്ല. ഇവന് എന്തോ 50 വയസ്സോ 80 വയസ്സ്. ഇവനാണ് എന്റെ വയസ്സോ, ഇവന് 90 ഇവന് 90 വയസ്സായി. ഇവന് 90. ഇവനാരാ നമ്മുടെ വയസ്സ് പറയാൻ? ഇവനാരാ? എനിക്ക് അവന് 90 നമ്മുടെ വയസ്സ് പറയുന്നത്. എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തതല്ല, ഇവനെ പോലല്ല, ചെരുക്കുട്ടിയായിട്ടൊന്നും വന്നതല്ല. എന്റെ മോളെന്ന് പറഞ്ഞാല് ഈ നാട്ടിലെ സർവ്വ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ഒന്നും പഠിക്കാത്ത ആൺപിള്ളേർ പോലും പാസ്സായിട്ടുണ്ട്. കാര്യമായിട്ട് പറയാണ്, ഒന്നും പഠിക്കാത്ത ആൺപിള്ളേർ പോലും മോഡറേഷൻ കിട്ടിയവരെ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇവന്റെ മോൾ അതുപോലും കിട്ടി പാസ്സാകാത്തവളാണ്. അത്രയ്ക്ക് മുട്ടയിട്ടവളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മുട്ടയിട്ടവളാണ് അവള്. സാധാരണ എല്ലാവരും പണ്ടൊക്കെ മോഡറേഷൻ കിട്ടിയെങ്കിലും പാസ്സാവും, അറിയാലോ. ഭയങ്കര ഇവിടെയൊക്കെയുള്ള ഒത്തിരി പഠിക്കാത്ത ആൺപിള്ളേർ പോലും മോഡറേഷൻ കിട്ടിയും അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചും മോഡറേഷൻ കിട്ടിയൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇവള് അതുപോലും പാസ്സാവാതെ, ഇവന്റെ മോളെന്ന് പറയുന്നത് സിമി എന്നാണ് പേര്. സിമി എന്നാണ് പേര്. അവള് മുട്ടയിട്ടവളാണ്. 10ാം ക്ലാസ്സിൽ മുട്ടയിട്ടേക്ക് ഇവിടെ മലപ്പുറത്ത് കൊണ്ട് ഇവന്റെ വീട്ടിലെങ്ങാണ്ടൊക്കെ കൊണ്ടുവിട്ടിട്ടാണ് അവള് 10ാം ക്ലാസ് കഷ്ടി പാസ്സായത്. അത്ര തേർഡ് റേറ്റ്. നമ്മളെ കുറിച്ച് പറയരുത്, ഞാൻ ഇങ്ങോട്ട് കേട്ടാ കരുത്.